നമ്മളാരും മറന്നിട്ടില്ല. ഒരു പാവം കർഷകന്റെ വാഴ ലൈൻ കമ്പിയെ മുട്ടുമെന്നും പറഞ്ഞ് വാഴ മൊത്തം വെട്ടിക്കളഞ്ഞ KCBക്കാര് ഇത്രയും അധികം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ അപകടകരമായി നിൽക്കുന്ന ഒരു ലൈൻ കമ്പി പറഞ്ഞിട്ട് അതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ആ ഉദ്യോഗസ്ഥരെ തീർച്ചയായും സസ്പെൻഡ് ചെയ്യേണ്ടതാണ്. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ അനിൽ ചന്ദുച്ചിറ. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ തേവലക്കര സ്കൂളിൽ മരിച്ച ആ കുഞ്ഞിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ പൊതുസമൂഹത്തിലെ ഏറ്റവും വലിയൊരു ചർച്ചയായ വിഷയം തന്നെയായിരുന്നു ആ കുഞ്ഞ് മരിച്ചതിന് ശേഷം ആ സ്കൂളും അവിടെ നടന്ന പ്രതിഷേധങ്ങളും ഒക്കെ. ആ സ്കൂളിൽ നടന്ന വിഷയമായി ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല. കാരണം അറിഞ്ഞുകൊണ്ട് ആരും തെറ്റ് ചെയ്തിട്ടില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം, പൊതുസമൂഹത്തിനും അറിയാം. പിന്നീട് അവിടെ നടക്കുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമുള്ള കാര്യങ്ങളാണ്. തീർച്ചയാണ് ആ രാഷ്ട്രീയ മുതലെടുപ്പിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ ഒരു അജണ്ടയാണ് ഇന്നലെ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. ഈ മാനേജ്മെന്റിന്റെ കണ്ണിലെ കരടായിരിക്കാം ഈ പ്രധാന അധ്യാപിക. അതുകൊണ്ട് തന്നെയാണ് അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുള്ളതാണ്. മാനേജ്മെന്റ് അത് നമ്മുടെ KSEBക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇവരെല്ലാവരും കുറ്റക്കാരാണ്. മാനേജ്മെന്റ് തൊട്ട് അധ്യാപകർ വരെ കുറ്റക്കാർ തന്നെയാണ്. അപ്പോൾ ഒരു അധ്യാപികയെ മാത്രം സസ്പെൻഡ് ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? ഇനി ഈ ലൈൻ കമ്പിയുമായി ബന്ധപ്പെട്ട് ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് നമ്മുടെ KSEBയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുണ്ടെങ്കിൽ KSEBക്കാരും ഇതിൽ തെറ്റുകാരല്ലേ? ഈ ഒരു പരാതി കിട്ടിയിട്ടും അവരെന്തുകൊണ്ടാണ് അതിന് ഒരു ആക്ഷൻ എടുക്കാഞ്ഞത്? അപ്പോൾ ആ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഇത് ആരുടെയോ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രം ഈ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തതാണ്. ഇതിനോട് ഞാൻ ഒട്ടും യോജിക്കുന്നില്ല. ആ കുഞ്ഞ് മരിച്ച സംഭവവുമായി ഈ ഒരു അധ്യാപിക മാത്രമല്ല, അങ്ങനെ ഉണ്ടായാൽ ആ സ്കൂളിലെ മാനേജ്മെന്റ് തൊട്ട് അവിടുത്തെ അധ്യാപകർ വരെ കുറ്റക്കാർ തന്നെയാണ്. എന്നെ അറിയാവുന്ന എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട്, ഈ ഒമാനിൽ തന്നെ ഉള്ളവരാണ് കേട്ടോ. ഇനി ഇവർ ഈ വീഡിയോ കാണുവാണെങ്കിൽ പറയും അനിലിൻ്റെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തെ വിമർശിച്ചു എന്നും പറയും. ഇത് രാഷ്ട്രീയത്തെ അല്ല വിമർശിക്കുന്നത്, തെറ്റിനെയാണ് വിമർശിക്കുന്നത്. രാഷ്ട്രീയം ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. ആ ഒരു സ്കൂൾ മാനേജ്മെന്റിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണും. ആ ഒരു സ്കൂളിലെ അധ്യാപകരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കാണും. അതുപോലെ തന്നെ ഈ KSEB ജോലിക്കാരെന്ന് പറയുന്നത് എല്ലാ മതസ്ഥരും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അവിടെയും ജോലി ചെയ്യുന്നുണ്ട്. ഇവരെ ആരെയും എനിക്കറിയില്ല വ്യക്തിപരമായി. തെറ്റാര് ചെയ്തോ അവർക്കെതിരെ നടപടിയെടുക്കാനാണ് പറയുന്നത്. അതല്ലാതെ രാഷ്ട്രീയമായി ഞാൻ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. രാഷ്ട്രീയമായി ഇതിനെ കാണണ്ട. തെറ്റ് ചെയ്തതിനെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്, തെറ്റിനെയാണ് സംസാരിക്കുന്നത്. ആ കുഞ്ഞു മരിച്ചതിൻ്റെ പേരിൽ എന്തിനാണ് പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്? പൊതുജനം പറയട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി കമൻ്റായി രേഖപ്പെടുത്തൂ. എൻ്റെ മെക്കിട്ടുകാരൻ, എൻ്റെ സുഹൃത്തുക്കൾ വരണ്ട. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായം രാഷ്ട്രീയമായിരിക്കാം, രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തെറ്റിനെ ന്യായീകരിക്കലായിരിക്കാം. ഇത് ഞാൻ രാഷ്ട്രീയം ഇവിടെ പറഞ്ഞിട്ടില്ല.